എന്നാൽ ഈ ശത്രുക്കളിൽ ചിലർ നമ്മളെ നശിപ്പിക്കാൻ വരുന്ന പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരുടെ ആ ശത്രുത മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ ഒരു ശത്രുത ജനറേറ്റ് ആയാൽ ആ ശത്രുവിന് നമ്മളെ തൊടാൻ പോലും പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ശത്രു നമ്മളെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ? അതൊരു സിമ്പിളാണ് ആക്ച്വലി. ഒരിക്കലും നമ്മുടെ പ്ലാനിങ്സ് ഒന്നും ആരുടെ അടുത്തും പറയരുത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഒരിക്കലും പറയരുത്. നിങ്ങൾ ഒരു പൊളിറ്റിക്സിലെ ഒരു പാർട്ടിയിലാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു അധികാരം വേണമെന്നൊരാഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും എനിക്ക് ആ അധികാരം വേണ്ട, ആ ആഗ്രഹം വേണ്ട എന്നുള്ള ഒരിക്കലും പറയില്ല. പൊളിറ്റിക്സിലുള്ളവർ ഓട്ടോമാറ്റിക്കലി പറയില്ല. പക്ഷെ നിങ്ങൾ ഒരു സ്ഥലത്ത് വർക്കിൽ കയറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പുതിയ ഒരാൾ എന്താ ചെയ്യുക, അയാളുടെ കഴിവ് ഭയങ്കരമായിട്ട് കാണിക്കാൻ അയാൾ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ മാനേജറിൻ്റെ അടുത്ത് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാസ്റ്ററിൻ്റെ അടുത്ത് പറയരുത്. നിങ്ങൾ ഇനി ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണമെന്നുള്ള ഒരു സൂചന പോലും ആർക്കും കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെ കൊടുക്കാണ്ട് ഇരിക്കും തോറും അവർക്ക് നിങ്ങളെ പ്രതിരോധിക്കാൻ എന്തായാലും കഴിയില്ല. അതുകൊണ്ട് അവരെ എപ്പോഴും മിസ്റ്റീരിയസ് ആയിട്ട് തെറ്റായ ഒരു വഴിയിലൂടെ അവരെ തിരിച്ചുവിടുകയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോഴേക്കും നിങ്ങളുടെ ഉദ്ദേശം അവർക്ക് തിരിച്ചറിയുമ്പോഴേക്കും എന്തായാലും വൈകിപ്പോവും. മിക്ക ആളുകളും കുറച്ച് തുറന്ന പുസ്തകം പോലെയാണ്. അവരെപ്പോഴും അവരുടെ കാര്യങ്ങൾ പറയാനായിരിക്കും കൂടുതലും താല്പര്യം ഉണ്ടാവുക. ഒരാൾ എപ്പോഴും അയാളുടെ ആഗ്രഹങ്ങളും ഭാവിയിൽ ചെയ്യാൻ പോണ കാര്യങ്ങളും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കാനും അയാൾക്ക് പറയാനും വളരെ ഇഷ്ടമായിരിക്കും. അത് എളുപ്പമുള്ള കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ഓർക്കുമ്പോൾ നിങ്ങൾ അതിൽ ഇമ്പ്രസ്ഡ് ആവാൻ പാടില്ല. കാരണം ഒരാൾ പേഴ്സണലി അയാളുടെ കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ പറയുകയും ഓവറായിട്ട് പറയും, ഭാവി കാര്യങ്ങൾ പറയുകയും ചെയ്യണമെങ്കിൽ അയാൾ എന്തായാലും ഭാവിയിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ഓവറായിട്ട് സംസാരിക്കണം ഒരു കാര്യവും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാനും നിങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ ശ്രമിക്കാനും ഒരു ശ്രമം നടത്തേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും സത്യസന്ധതയും ഓപ്പൺ മൈൻഡഡ് പേഴ്സണും അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയുന്നതനുസരിച്ചിട്ട് അവർ സത്യസന്ധരാണ്, ഓപ്പൺ മൈൻഡഡ് ആണ്, അവർ നിഷ്കളങ്കരാണ് എന്നുള്ള വിചാരമൊക്കെ മറ്റുള്ളവർക്ക് സാധാരണ ഒരു ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ സത്യസന്ധത എന്ന് പറയുന്നത് ഒരു മൂർച്ചയുള്ള ഒരു ആയുധം പോലെ തന്നെയാണ്. നിങ്ങളുടെ സത്യസന്ധത ആളുകളെ വേദനിപ്പിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നതോ വിചാരിക്കുന്നതോ കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവരെ വിഷമിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അവരെന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതാണ് ഒരു വിവേകപൂർവമായ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം. നിങ്ങൾ ലജ്ജയില്ലാണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയോ സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തഴയുകയും ചെയ്യും, ഒറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സത്യസന്ധതയും എപ്പോഴും സത്യം മാത്രം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഭയവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു അധികാരം നിലനിർത്താൻ കഴിയൂല, അധികാരസ്ഥാനം കിട്ടുകയുമില്ല. നിങ്ങൾക്ക് അധികാരമാണ് ലക്ഷ്യമെങ്കിൽ ഒരിക്കലും സത്യസന്ധനാവാണ്ടിരിക്കുക. എപ്പോഴും നുണ പറയാൻ മാത്രം പരിശീലിക്കുക. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ആരുടെ അടുത്തും പറയാണ്ടിരിക്കുക. നുണ പറയുക എന്നതൊരു നീച കാര്യമൊന്നുമല്ല, അതൊരു ആർട്ട് ഫോം തന്നെയാണ്. അതിൽ നിങ്ങൾ ഒരു നല്ലൊരു പ്രാവീണ്യം നേടുക തന്നെ വേണം. അപ്പം മറ്റുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കണം നുണ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു മുൻതൂക്കം അവിടെ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററിൻ്റെ അടുത്ത് മാത്രം നല്ലൊരു ആത്മാർത്ഥത എന്തായാലും കാണിക്കണം. ആത്മാർത്ഥത കാണിക്കുമ്പോൾ എന്താ വെച്ചാൽ അതൊരു സത്യസന്ധനാണ്, അവൻ സത്യസന്ധനാണെന്ന് അവിടെ തെറ്റിദ്ധരിക്കപ്പെടുക ചെയ്യുക. പക്ഷെ ആത്മാർത്ഥത കാണിക്കുന്നതും സത്യസന്ധതയും നല്ല വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടാണ്. ഇപ്പോൾ പരിചയമുള്ളവരെ ഉപയോഗിച്ചിട്ട് ആളുകളുടെ ശ്രദ്ധ നിങ്ങളെ ആകർഷിച്ചു കഴിഞ്ഞാൽ അവരുടെ പുറകെയുള്ള വഞ്ചന എന്തായാലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളവിടെ ഒരു പുകമറ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പുകമറയുടെ ഏറ്റവും ലളിതമായ രൂപം പറയുന്നത് മെയിനായിട്ടും മുഖഭാവമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എല്ലാത്തരം കുഴപ്പങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റും. ചരിത്രം എടുത്ത് നോക്കിയ എല്ലാ ലീഡേഴ്സിൻ്റെയും കൈവശമുള്ള ഒരു കഴിവ് തന്നെയായിരിക്കും ഇത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, നമ്മുടെ കരുണാകരൻ, ഇവരുടെ നിന്ന് മുഖഭാവം എന്താണെന്ന് വായിച്ചെടുക്കാൻ
ആർക്കും കഴിയില്ല എന്നുള്ളത് പണ്ട് പറയണ കേട്ടിട്ടുണ്ട്. അവരെന്താ ഉദ്ദേശിക്കണത്, അവരെന്താ വിചാരിക്കണമെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നിട്ട് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. ഇത് അവർ മരിക്കുന്നവരെ അവർ പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതിൽ ക്ഷമയും വിനയം അത്യാവശ്യമാണ്. വിനയം ഇല്ലാത്തവന് ഒരിക്കലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല, ഇത് ചെയ്യാനും കഴിയില്ല. അപ്പം നിങ്ങളൊരു മുഖം മൂടി അണിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് ഞാനൊരു മാസ്ക് ധരിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ നിങ്ങളൊരു മാസ്ക് ധരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നിങ്ങളെ ആകർഷിക്കപ്പെടും. കാരണം നിങ്ങൾ മിസ്റ്റേക്കാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവും. ഈ ത്രില്ലർ സിനിമകൾ ആൾക്കാർക്കൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലോ. കാരണം അതെന്തായാലും നിഗൂഢത എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. അതുകൊണ്ട് അതിന് ഫാൻ ബേസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളും മിസ്റ്റേക്കായിരിക്കണം, നിങ്ങളുടെ ഭാവങ്ങളും മിസ്റ്റേക്കായിരിക്കണം. നിങ്ങളൊരു അധികാരമുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് ഉള്ളിലൊരു തോന്നൽ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ്ലി അവർക്ക് ഉണ്ടാവും. ഇപ്പം ഞാനൊരു പഴമൊഴി പറയാം, ഒരു ചെമ്മരിയാടിൻ്റെ തൊലി അത് ഒരിക്കലും വേറൊരു ചെമ്മരിയാട് കക്കില്ല. ആടൊരു ഊമയാണ്, പക്ഷെ ഒരിക്കലും ആട് ചതിക്കില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു കുറുക്കൻ അങ്ങനെയല്ല. ചെമ്മരിയാടിൻ്റെ തൊലി അയാൾ പുറത്തിട്ടിട്ട് അയാൾക്ക് സുഖമായിട്ട് ഒരു കോഴിക്കൂട്ടിൽ കയറാൻ കഴിയും. അതാണ് കുറുക്കൻ്റെ കൗശലം.